ഇറാനും യുഎസും തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ നടക്കാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ചർച്ചകൾ തുർക്കിയിൽ നിന്ന് ഒമാനിലേക്ക് മാറ്റാനുള്ള തെഹ്റാന്റെ അഭ്യർത്ഥന വാഷിംഗ്ടൺ അംഗീകരിച്ചതായും സൂചന. അതേസമയം കൂടുതൽ പ്രാദേശിക കക്ഷികൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നതിൽ ആലോചനകൾ തുടരുകയാണ്. ആണവ വിഷയങ്ങളിൽ മാത്രം ചർച്ചകൾ പരിമിതപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ ചർച്ചാ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സംഘർഷം ലഘൂകരിക്കുന്നതിനായി പ്രാദേശിക കക്ഷികൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അറബിക്കടലിൽ യുഎസ് വിമാനവാഹിനി കപ്പലിന് സമീപം ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടതുൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. കരാറുകളിൽ നിന്ന് പിന്മാറുന്നതിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ ആഴ്ച അവസാനം ഇറാനുമായുള്ള ചർച്ചകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന വേദി സംബന്ധിച്ച കൂടിയാലോചനകൾ തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനും തുർക്കിയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും ഇറാനിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു.